ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ വീഡിയോ ആണ്. ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ വീഡിയോ എന്ന് പറയാൻ കാരണം, സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ മഴയും കാറ്റുമായതുകൊണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല. സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ട് എനിക്കത് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞത് ഇനി ഞാൻ എടുത്തിട്ട് കാണിക്കാം. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു, ചേച്ചിക്ക് അടുക്കള കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്ന്. എനിക്ക് അറിയാഞ്ഞിട്ടല്ല കേട്ടോ, അത്യാവശ്യം ഫുഡുണ്ടാക്കാനും എല്ലാം എനിക്കറിയാം. ഇനിയിപ്പോൾ സോപ്പായാലും മറ്റെന്തെങ്കിലും സാധനങ്ങളായാലും അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. എല്ലാവരും യൂട്യൂബ് തുറന്നാൽ അധികവും ഈ സോപ്പ് ഉണ്ടാക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും മറ്റു സാധനങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം കവിതയും കഥയും നാടൻ പാട്ടുകളൊക്കെ എഴുതാനും അത് അവതരിപ്പിക്കാനും ഒക്കെ അതുകൊണ്ടാണ് അതിന് നീങ്ങിയത്. ഇനി ഇടയ്ക്കെപ്പോഴെന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പരിപാടികളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശരി, ഇനി നമുക്ക് സോപ്പ് അടർത്തിയെടുക്കുന്നത് ഞാൻ കാണിത്തരാം. ഉണ്ടാക്കുന്നത് എന്തായാലും എടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ സോപ്പ് ഇതാണ്. ഇവിടെ സോപ്പിൻ്റെ മോൾഡൊന്നും ഇല്ല കേട്ടോ. ഇവിടെയുള്ള എൻ്റെ പാത്രങ്ങളിലാണ് ഞാനത് ഉണ്ടാക്കിയതിന് ശേഷം ഒഴിച്ചു വെച്ചത്. ഇനി നമുക്ക് അത് നോക്കാം, എങ്ങനെയും ഉണ്ടെന്ന് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് ഒരു വിട്ടുപോരാനുള്ള ഒരു മടിയുണ്ട്, അത്രേ ഉള്ളൂ. അത് ചിലപ്പം ഈ സ്പൂണിൻ്റെ വാല് കൊണ്ടായിരിക്കാം. കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും. ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയിരുന്നു, അന്ന് ഇത്രയും പ്രയാസം ഉണ്ടായിട്ടില്ല അത് എടുക്കാൻ. ഇന്ന് പക്ഷേ ഇത് വിട്ടുപോരാൻ എന്തോ ഒരു മടിയുണ്ട്. അതോ ഇതിൽ എണ്ണ ചേർത്തത് കമ്മിയായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പാത്രത്തിൻ്റെ അടിയിൽ എണ്ണ ചേർത്തത് കുറച്ചേ ചേർത്തുള്ളൂ, കുറച്ചും കൂടി ചേർക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇത് വിട്ട് കിട്ടുന്നില്ല. ഇതിൻ്റെ അരികൊക്കെ വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തിട്ട് അത് സോപ്പ് ഉറച്ചിരുന്നില്ല. അതെന്തോ അതിൻ്റെ കൂട്ട് ജ്യൂസിൻ്റെ ഇതിൽ ലേശം വെള്ളം കൂടിപ്പോയി തോന്നും. ഇപ്പോൾ ഉറച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് കിട്ടുന്നില്ല. കണ്ടോ, അതിനൊക്കെ പിടിച്ചിരിക്കുന്നു. അത് ശരിക്ക് പോകുന്നതൊന്നുമില്ല സോപ്പ്. ഇനി അടുത്ത തവണ ഒന്നും കൂടി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ ആവാറില്ല. 2-3 പ്രാവശ്യം ഞാൻ സോപ്പ് ഉണ്ടാക്കിയതാണ്. സോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കിട്ടാറുണ്ട്. ഇതെന്തോ എണ്ണ തേച്ചത് കുറച്ച് കുറഞ്ഞു പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഇങ്ങോട്ട് അടി വിട്ട് പോകുന്നില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയ സോപ്പാണ് ഇത് കേട്ടോ. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അത് എണ്ണയൊക്കെ നല്ലവണ്ണം തേച്ചത് കൊണ്ട് അത് വേഗം വിട്ട് കിട്ടി. പക്ഷേ ഈ സോപ്പിൽ അത് എണ്ണ കുറഞ്ഞത് കൊണ്ട് അതിൻ്റെ അടി വിട്ട് കിട്ടിയില്ല എന്നൊരു കുഴപ്പമാണ്. എന്നാലും കുഴപ്പമില്ല, സോപ്പ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇവിടെയൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉള്ളത്. എന്നാലും നല്ല ബലമാണ് സോപ്പിന്. കണ്ടോ, എങ്ങനെ ഞെക്കിയാലും അത് പോരുന്നില്ല. വിട്ട് കിട്ടാനുള്ളൊരു പ്രയാസം കൊണ്ട് കുറച്ച് കാണാൻ ഭംഗിയില്ലാതായി എന്നേ ഉള്ളൂ. സോപ്പൊക്കെ നല്ല കല്ല് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എത്ര നമ്മൾ ശക്തിയോടെ അമർത്തിയാലും സോപ്പിന് ഒരു കുഴപ്പവുമില്ല. അത് ചെറിയൊരു ശ്രദ്ധ തെറ്റിപ്പോയതിൻ്റേതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആയിട്ട് കാണാം. ഇന്നത്തെ